അകലം പലേരി ഞാൻ പറഞ്ഞത് എന്താണ് ഇത് പാക് സേനയ്ക്ക് അങ്ങേയറ്റം നാണക്കേടിൻ്റെ ദിവസമാണ്. അതിന് കാരണം എന്താണ്? സ്ലീപ്പ് ടൈറ്റ് പാകിസ്ഥാൻ, PAF ഈസ് അവേക്ക്. സുഖമായി ഉറങ്ങൂ പാകിസ്ഥാനെ, ഞങ്ങൾ PAFയുടെ പാക് വ്യോമസേന ഞങ്ങൾ ഉണർന്നിരിക്കുന്നു എന്ന വീമ്പിളക്കിയിട്ട് 2 മണിക്കൂർ കഴിയും മുന്നെയാണ് അവരുടെ കൺമുന്നിൽ അവർ ജാഗരൂകം നോക്കിയിരുന്നിടത്തൂടെ അവരുടെ എയർ ഡിഫൻസ് പൊളിച്ചുകൊണ്ട് ഈ പ്രധാനപ്പെട്ട എണ്ണം പറഞ്ഞ 9 ഭീകരവാദി കേന്ദ്രങ്ങളിൽ നമ്മൾ ആക്രമണം നടത്തിയത്, എണ്ണപ്പെട്ട ഭീകരവാദികളെ കൊന്നൊടുക്കിയത്. പ്രഭാകരൻ പലേരി, അവരുടെ ഈഗോയ്ക്ക് അവരുടെ മണ്ടക്കേൾക്കുന്ന ക്ഷതം ചെറുതല്ല. പാകിസ്ഥാൻ ചുമ്മാതിരിക്കും എന്ന് കരുതാമോ? പാകിസ്ഥാന് ഇന്ത്യയെ നേരിടുവാൻ സാധിക്കില്ല. പാകിസ്ഥാനെ ഇന്ത്യയോട് നേരിട്ട് കളിക്കുവാനും അതിനെ ആക്രമിച്ച് കീഴടക്കുവാനും സാധ്യമല്ല. അത് പാകിസ്ഥാന് തന്നെ വളരെ നന്നായി അറിയും. പക്ഷെ ഇപ്പോൾ പറ്റിയിട്ടുള്ള മാനനഷ്ടം അത് തീർച്ചയായിട്ടും അവർ അതിനെ അംഗീകരിക്കില്ല. അതിനെതിരായിട്ട് പല കളവും പറഞ്ഞ് അവർ, പക്ഷെ ലോക രാജ്യങ്ങൾക്ക് ഇത് ഇവിടെ നടന്നത് എന്താണെന്ന് നല്ലപോലെ മനസ്സിലാകും. പക്ഷെ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് അത് മനസ്സിലാകില്ല. ഒരു പക്ഷേ ഇന്ത്യയിലും ഉണ്ടാകും അതുപോലുള്ള ജനങ്ങൾ ശരിക്കും മനസ്സിലാകാതെ പല കള്ളത്തരം പറയുമ്പോൾ അത് ചിലപ്പോൾ നമ്മളെ ആളുകളും വിശ്വസിക്കാൻ സാധ്യതയുണ്ട്. കാരണം മനുഷ്യന്മാർ അങ്ങനെയാണ്. ഇവിടെ നടക്കുന്ന സംഭവം ഇതിലപ്പുറം നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഈ സമയത്ത് ഇത് കണ്ടിന്യൂ ചെയ്ത് ഇത് തുടർന്നുകൊണ്ടേ പോയിക്കൊണ്ടേയിരിക്കണം എന്നാണ് ഞാൻ പറയുക. ഇതാണ് സാധാരണ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ചെയ്തിട്ടുള്ളത് വളരെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ്. ഇതുപോലെയുള്ള സംഗതി നടന്നപ്പോൾ അതിൽ നിന്ന് നമ്മൾ പലതരത്തിലുള്ള സംഗതി ഇപ്പോൾ അതിനെ എതിർപ്പ് നമ്മൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു 15 തരത്തിൽ. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പോഴത്തെ ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് 15ാമത്തെ ഒരു അടവായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഒറ്റ വിഷമം ഇവിടെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ സംഗതികളും ഇൻഡസ് വാട്ടർ ട്രീറ്റി മുതൽ ഇന്നത്തെ ആക്രമണം വരെ തുടർന്നു കൊണ്ടേ നമ്മൾ ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലാതെ ഇതിനൊരു അവസാനം കാണാൻ സാധ്യമല്ല. ഇതിൽ ആരും മീഡിയേറ്റ് ചെയ്യാനും സാധ്യതയില്ല. കാരണം നമ്മൾ പലേരി, ഇവിടെ പാകിസ്ഥാൻ എഴുന്നേറ്റ് ചെയ്യുന്ന ലോകരാഷ്ട്രങ്ങൾ മുന്നിൽ കമാന്നൊരു അക്ഷരം മിണ്ടാനുള്ള അവകാശം ഇപ്പോഴുണ്ടോ? ധാർമ്മിക അവകാശമുണ്ടോ? നോക്കൂ, നമ്മളടിച്ച ഈ പറഞ്ഞ മുറിട്കെ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഭീകരവാദ ടെറർ ക്യാമ്പാണ്. അജ്മൽ കസബും തഹാവൂർ റാണയും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും അടക്കം ഈ പറയുന്ന വെറുപ്പിൻ്റെ അന്തകവിത്തുകൾക്ക് അവസാനവട്ട പരിശീലനം കൊടുത്ത സ്ഥലമാണത്. ഈ പറയുന്ന ജംഗിൾ വാർഫെയറിൽ ഈ പറയുന്ന ആത്മഹത്യാ സ്ക്വാഡാവാൻ, ചാവേറാവാൻ അവരുടെ തലച്ചോറുകളിൽ വിഷം കുത്തിവെക്കുന്ന സ്ഥലമാണ് മുറിട്കെ. ഈ പറയുന്ന ബഹവൽപൂർ അടക്കം ഓരോരോ സ്ഥലങ്ങളും എന്തൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്? ആരൊക്കെയാണ് അതിൻ്റെ ചാർജ്? അവർ ഈ പറഞ്ഞ അതിർത്തിക്കിപ്പുറം നുഴഞ്ഞു കയറി ഏതൊക്കെ കേന്ദ്രങ്ങൾ പരിശീലിക്കപ്പെട്ട ഏതൊക്കെ തീവ്രവാദികൾ എവിടെയൊക്കെ ഭീകരവാദി ആക്രമണം നടത്തിയെന്നുള്ള കൃത്യം ഡോസിയർ നമ്മൾ കൊടുക്കുകയാണ്. പ്രഭാകരൻ പലേരി, കമാന്ന് മിണ്ടാൻ കരുത്തുണ്ടോ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ രാഷ്ട്രത്തിന് ഇപ്പോൾ? പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം എന്നോ നശിച്ചു കഴിഞ്ഞ ഒരു രാഷ്ട്രമാണ്. അതിന് അന്നും ഇല്ല കമ എന്ന് പറയാൻ ഇപ്പൊ ഇന്നും ഇല്ല എന്ന് ഞാൻ പറയും. പക്ഷെ ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, അവരെ ചെയ്യാതിരിക്കില്ല. കാരണം അത്രയും അധക്കതരായിട്ടുള്ള ഒരു മനുഷ്യരാണ് അവര്. അവർക്കത് വിട്ടുപോകാൻ പറ്റില്ല. അതാണ് ഇവരുടെ ഈ പ്രത്യേക തരത്തിലുള്ള മനുഷ്യർ. അതായത് എന്താ പറയാ, ഒരു പട്ടാളം, സൈനിക സ്ഥാപനങ്ങൾ പാകിസ്ഥാനിലെ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അതും മാനുഷിക മൂല്യങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ തന്നെ പാകിസ്ഥാനിൽ ഒരുപാട് മനുഷ്യാവകാശ നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ അന്താരാഷ്ട്ര നിയമത്തിന്റെ മുന്നിൽ അതൊക്കെ ഒരു വയലേഷനാണ്. അപ്പൊ അത് ചെയ്യുന്ന രാഷ്ട്രങ്ങൾ അതിന് ബാക്കിയുള്ള രാജ്യങ്ങളെ യാതൊരു തരത്തിലും ചിന്തിക്കാതെയാണ് ചെയ്യുന്നത്. അത് എല്ലാവർക്കും അറിയാം. അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. ഒരു പട്ടിക്ക് കടിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഉള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ മെല്ലെ 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 പാകിസ്ഥാൻ അങ്ങേയറ്റം തളർന്നു കിടക്കുന്ന ഒരു രാഷ്ട്രമാണ്. അതിപ്പോ ഞാൻ മനുഷ്യ പെരുമാറ്റ രീതിയിലും ഞാൻ കാണുന്നുണ്ട്. അവരുടെ ബിഹേവിയറൽ ആസ്പെക്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, പെരുമാറ്റ രീതികൾ നോക്കുകയാണെങ്കിൽ എത്രയോ അധക്കൃത വർഗങ്ങളുടെ ആ തരത്തിലുള്ള ചിന്താഗതിയാണ് അവർക്കുള്ളത്. അങ്ങനത്തെ വ്യക്തികളുമായി നമ്മൾ നേരിടുമ്പോൾ നമ്മൾ കുറെ കൂടെ ശ്രദ്ധിക്കണം, അതിനെ പറ്റിയ രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയും. അത് തീർച്ചയായിട്ടും വേറൊരു പഴഞ്ചൊല്ലുണ്ട്, വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഞാൻ